നമസ്കാരം. എൻ ഡി എയുടെ ഭാഗത്തേക്ക് വന്നാൽ 2020 എൻ ഡി എയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഷ്ട്രീയപരമായി അല്പം മെച്ചപ്പെട്ട അവസ്ഥയാണ് ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചത്. പക്ഷേ ശബരിമല വിഷയം ഒക്കെ കത്തി നിന്ന സമയത്ത് അവർക്ക് ഉണ്ടാക്കാൻ കഴിയാതിരുന്ന ഒരു ഹൈപ്പ് അവർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. 1.7% വോട്ട് വർദ്ധിപ്പിക്കാൻ 2020 എൻ ഡി എക്ക് സാധിച്ചിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ 15% വോട്ട് ഷെയർ നേടാൻ എൻ ഡി എക്ക് സാധിച്ചു എന്നത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും അവർ 19 ഗ്രാമപഞ്ചായത്തുകളിൽ ഭരിക്കുന്നുണ്ട്. കേരളത്തിൽ 2 മുനിസിപ്പാലിറ്റികൾ അവർക്കുണ്ട്. മാത്രമല്ല വിവിധ ഇടങ്ങളിൽ അവരുടെ ശക്തമായ സ്വാധീനം ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ ബി ജെ പിയുടെയും എൻ ഡി എയുടെയും ഒക്കെ അംഗങ്ങളുണ്ട്, പ്രതിനിധികളുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ശരി, 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന 2021 തിരഞ്ഞെടുപ്പിൽ അവർക്കാകെ ഉണ്ടായിരുന്ന ഒരു MLA, അതായത് നേമത്ത് MLA ആയിരുന്ന ശ്രീ O രാജഗോപാലിൻ്റെ അക്കൗണ്ട് പൂട്ടിക്കാൻ അവർക്ക് സാധിച്ചു. കുമ്മനത്തെ പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവിനെ നിർത്തിയിട്ട് പോലും നേമത്ത് BJPയുടെ കോട്ടക്കുത്തളമായിട്ടുള്ള നേമത്ത് അവർക്ക് ജയിക്കാൻ സാധിച്ചില്ല എന്നതും സ്വാഭാവികമായും എടുത്തു പറയേണ്ടതാണ്. അതിനുശേഷം അവർക്കുണ്ടായ ഒരു മൃതസഞ്ജീവിനിയാണ് കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ സ്റ്റാർ ക്യാമ്പയിനറായിട്ടുള്ള സുരേഷ് ഗോപി നേടിയ മിന്നും വിജയം. ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് BJP 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അങ്ങിങ്ങുള്ള ചില അസ്വാരസ്യങ്ങളൊക്കെ RSS ഉൾപ്പെടെ ഉള്ള സംഘടനകൾ ഇടപെട്ട് പരിഹരിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല BJP ഭരിക്കുന്ന 2 നഗരസഭകൾ, ഒന്ന് പ്രധാനപ്പെട്ട നഗരസഭയായിട്ടുള്ള പാലക്കാട് BJPയിലെ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല. പാലക്കാട് നഗരസഭാ ചെയർപേഴ്സണും അവിടുത്തെ BJPയുടെ പ്രധാനപ്പെട്ട നേതാവും തമ്മിലുള്ള ശീതസമരം നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായും അവർ ഭരിക്കുന്ന മറ്റൊരു മുനിസിപ്പാലിറ്റി ആയിട്ടുള്ള പന്തളം മുനിസിപ്പാലിറ്റിയെ ചുറ്റിപ്പറ്റിയുള്ള പല അഴിമതി ആരോപണങ്ങൾ, ഇതൊക്കെ തന്നെയും BJPയെയും NDAയെയും അല്പം പിറകോട്ടടിക്കുന്നുണ്ട്. എങ്കിലും കൃത്യമായ രീതിയിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ ഉറച്ചാണ് അവർ ഇത്തവണ കച്ചകെട്ടി രംഗത്തിറങ്ങുന്നത്. മാത്രമല്ല അവരുടെ 2 നഗരസഭകൾ പന്തളവും പാലക്കാടും നിലനിർത്തുമെന്ന് അവർ അവകാശപ്പെടുന്നു. തൃശ്ശൂർ കോർപ്പറേഷനിൽ തങ്ങൾ അധികാരം പിടിക്കുമെന്ന് അവർ അവകാശപ്പെടുന്നു. കോഴിക്കോടും കൊല്ലത്തും അതേപോലെ തന്നെ എറണാകുളത്തും ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് ആ കോർപ്പറേഷനുകളിൽ മാറ്റി നിർത്താനാകാത്ത ഒരു പ്രതിപക്ഷമായി തങ്ങൾ വളരുമെന്നും അവർ അവകാശപ്പെടുന്നു. മാത്രമല്ല കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ മണ്ഡലം ഉൾപ്പെടെയുള്ള മണ്ഡലത്തിൽ അവർക്കുള്ള സ്വാധീനം, ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് അവർ നടത്തിയ ആരെയും അമ്പരിപ്പിക്കുന്ന, അവരുടെ സ്ഥാനാർത്ഥിയായിരുന്ന പാർലമെന്റിലേക്ക് മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ നടത്തിയ അമ്പരപ്പിക്കുന്ന മുന്നേറ്റം, അതുമാത്രമല്ല ആലപ്പുഴ ജില്ലയിലെ മറ്റൊരു മണ്ഡലമായിട്ടുള്ള ചെങ്ങന്നൂരിൽ അവർക്കുള്ള തിരുവൻവണ്ടൂർ പോലെയുള്ള അവർക്കുള്ള വളരെ പ്രധാനപ്പെട്ട സ്വാധീനമുള്ള ഗ്രാമപഞ്ചായത്തുകളൊക്കെ ഇത്തവണ ഒറ്റയ്ക്ക് അധികാരം പിടിക്കാമെന്ന ഒരു വലിയ പ്രതീക്ഷയിലാണ് അവരുള്ളത്. സ്വാഭാവികമായും BJPയുടെ NDAയുടെ പ്രതീക്ഷകൾ അവരുടെ പ്രവർത്തകരുടെ ആ കൃത്യമായിട്ടുള്ള ഇടപെടലാണ്, RSS പ്രവർത്തകരുടെ കൃത്യമായിട്ടുള്ള സപ്പോർട്ടിലൊക്കെയാണ് അവർ ഇപ്പോൾ പ്രതീക്ഷ വെക്കുന്നത്. മാത്രമല്ല നരേന്ദ്രമോദി ഭരണത്തിൻ്റെ ഇമ്പാക്റ്റ് കേരളത്തിലും കൊണ്ടുവരാൻ സാധിക്കും എന്ന ഒരു വിശ്വാസം കൂടി അവർക്കുണ്ട്. സുരേഷ് ഗോപിയുടെ വിജയവും അതിനുശേഷം സുരേഷ് ഗോപിയുടെ വിജയം നൽകിയ ആത്മവിശ്വാസവുമൊക്കെ സംസ്ഥാനത്തെ എമ്പാടും BJP പ്രവർത്തകരെ ആവേശഭരിതരാക്കിയിട്ടുണ്ട് എന്ന വിലയിരുത്തലിൽ തന്നെയാണ് സംസ്ഥാന നേതൃത്വം. അതിനുശേഷം രാജീവ് ചന്ദ്രശേഖറിന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലെത്തിയ പുതിയ സംസ്ഥാന കമ്മിറ്റി അടിമുടി സംഘടനാ സെറ്റപ്പുകൾ അല്ലെങ്കിൽ ഉടച്ചു വാർക്കുന്ന ഒരു സമീപനം നമ്മൾ കണ്ടു. റവന്യൂ ജില്ലകളെ 2ആയി വിഭജിച്ചുകൊണ്ട് 2 മേഖലകളാക്കി മാറ്റി പ്രവർത്തകർക്ക് ഊർജം നൽകാൻ 2 മേഖലാ പ്രസിഡന്റുമാരെയൊക്കെ ഉൾപ്പെടെ നിയോഗിച്ചുകൊണ്ട് വലിയ തോതിൽ BJP ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അവരുടെ രാഷ്ട്രീയ പാറ്റേൺ തന്നെ മാറ്റിപ്പിടിച്ചത്. സ്വാഭാവികമായും BJP മാത്രമാണ് അല്ലെങ്കിൽ NDA മാത്രമാണ് കേരളത്തിൽ കൺസിസ്റ്റൻ്റായി വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുന്നണി എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല. അത് രാഷ്ട്രീയ എതിരാളികൾ പോലും വളരെ ആശങ്കയോടുകൂടി കാണുന്ന കാര്യം തന്നെയാണ്. BJPക്ക് കേരളത്തിൽ ഒറ്റയ്ക്ക് ജയിച്ചു കയറി വരാൻ സാധ്യതയുള്ള പല നിയമസഭാ മണ്ഡലങ്ങളുമുണ്ട് എന്ന് കഴിഞ്ഞ ലോക്സഭാ ഫലം നമുക്ക് തെളിയിച്ചു തന്നതാണ്. സുരേഷ് ഗോപി ജയിച്ച
തൃശ്ശൂരിൽ തന്നെ അവർ ഏതാണ്ട് ഏഴിൽ ഏതാണ്ട് 4 നിയമസഭാ മണ്ഡലങ്ങളിലും 4ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ ബഹുദൂരം മുന്നിലായിരുന്നു. 3 നിയമസഭാ മണ്ഡലങ്ങളിൽ അവർ കൃത്യമായ മജോറിറ്റി നേടുകയും ചെയ്തു. അതായത് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയായിരുന്ന ശോഭാ സുരേന്ദ്രൻ വിപ്ലവത്തിൻ്റെ ഈറ്റില്ലമായ CPMൻ്റെ ശക്തി കേന്ദ്രമായ CPIയുടെ ശക്തി കേന്ദ്രമായ ആലപ്പുഴയുടെ മണ്ണിൽ നടത്തിയ ഒരു കുതിപ്പ്, കായംകുളം പോലെയുള്ള ഒരു മുസ്ലിം കൺസോളിഡേഷൻ ഉള്ള ഒരു മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ അവിടെ 1ാം സ്ഥാനത്ത് വന്നു എന്നത് വളരെ ഗൗരവതരമായി എടുക്കുന്നു. CPIഎമ്മിൻ്റെ പല പാർട്ടി ക്ലാസുകളിലും പല പാർട്ടി വേദികളിലും BJPയുടെ സംസ്ഥാനത്തെ വളർച്ച വലിയ തോതിൽ ചർച്ചയാകുന്നു എന്നതുകൂടി BJPയുടെ വളർച്ച സ്ഥായിയായി കേരളത്തിലുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. സ്വാഭാവികമായും 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം നേടിയതിന് ശേഷം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ പ്രസൻസ് ഒരു 30 സീറ്റിലെങ്കിലും വിജയിച്ച് കയറാൻ കഴിയുന്ന തരത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് BJP NDA നേതൃത്വത്തിനുള്ളത്. എന്തായാലും ഇന്ന് കൺട്രി പൊളിറ്റിക്സ് ഈ 3 മുന്നണികളുടെയും സാധ്യതകളും ആശങ്കകളും ഒക്കെ പങ്കുവച്ചിരുന്നു. അടുത്ത ലക്കത്തിൽ മറ്റ് ഒരു വിഷയവുമായി, അതായത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയവുമായി തന്നെ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.